ഹായ്, ഐ എം റഷീദ് അലി. ഇന്ന് ഞാനുള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. 20ഓളം സ്റ്റുഡൻസ് ഇന്ന് അൽബേനിയയിൽ പല പ്രോഗ്രാമിനായിട്ട് പോകുന്നുണ്ട്. നഴ്സിംഗ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റാ സയൻസ്, ഇപ്പോൾ പല പ്രോഗ്രാം. അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷാലിഫ് നമ്മുടെ CIT കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോവാം. ഷാലിഫിൻ്റെ അടുത്ത് നമുക്ക് എന്താണ് അൽബേനിയെ പറ്റി എന്തറിയാം, അതുപോലെ പ്രോഗ്രാമിനെ പറ്റി എന്താണ്, അതുപോലെ ജുസോന്റെ സപ്പോർട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാണ് അൽബേനിയയിലേക്ക് എത്തിപ്പെട്ടത്? എന്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്താണ്. ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്താണ്. അങ്ങനെ അവനും നിങ്ങളെ ഇൻഫർമേഷൻ തന്നിട്ട് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തതാണ്. അങ്ങനെ പിന്നെ നല്ല റെസ്പോൺസ് ആണ്. എന്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും റിപ്ലൈ ഓൺ ടൈം കിട്ടലുണ്ട്. അൽബേനിയെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നോ, നോക്കിയിട്ടുണ്ടായിരുന്നു? അൽബേനിയനെക്കാൾ കൂടുതൽ നോക്കിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ്. യൂണിവേഴ്സിറ്റി പറയുമ്പോൾ വെബ്സൈറ്റിൽ തന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. CITന്റെ ഇപ്പൊ കോഴ്സിനെ പറ്റിയും ബ്രോഷേഴ്സും അതുപോലെ എല്ലാം നോക്കിക്കണേ. ഇനി അവിടെ ചെന്നിട്ടുള്ളതാണ് ബാക്കി കാര്യങ്ങൾ പഠിക്കണം. ഇനി അവിടെ എത്തിയ ശേഷം എന്തൊക്കെയാണ് പ്ലാൻ? അവിടത്തിന് ശേഷം നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താണ് ഈ പ്രൊജക്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നും സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെന്നാണ്. അങ്ങനെയൊക്കെയാണ് ഇതുള്ളത്. ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ഫ്രണ്ട്സ് ഉണ്ട് പറയുമ്പോൾ ഒപ്പം ഒരുത്തരും കൂടി വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഫ്രണ്ട്സ് ആയതിനു ശേഷം അവിടെ കുറെ ക്ലബ്ബ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. സോഫ്റ്റ്വെയർ ക്ലബ്ബ്, കുറെ കോഡിംഗ് ക്ലബ്ബ്, അതിലൊക്കെ ചേർന്നിട്ട് അങ്ങനെ അതേ മൈൻഡ് സെറ്റുള്ള ഫ്രണ്ട്സിനെ കൂടിയിട്ട് ഒരുമിച്ച് എന്തെങ്കിലും പ്രൊജക്ട് ബിൽഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. ചെന്നിട്ട് അറിയാം. പ്ലാൻഡ് ആണ് ഏകദേശം. എങ്ങനെയെങ്കിലും പോവാന്നുള്ളതല്ല, അവിടെ എത്തിയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും എത്തിപ്പെടണം. നല്ലൊരു ഇപ്പോ ഇവൻ അൽബേനിയ ഷെങ്കൻ കൺട്രി അല്ലെങ്കിലും അത് കഴിഞ്ഞ ശേഷം നല്ലൊരു കൺട്രിയിലേക്ക് ചേക്കേറണം അല്ലെ? പഠിച്ചതിന് ശേഷം നല്ല പഠിക്കണം. ജർമ്മൻ ലാംഗ്വേജ്, ഇറ്റാലിയൻ ലാംഗ്വേജ്, ഏതാണ്? ഇംഗ്ലീഷും ഉണ്ടല്ലോ. വേറെ നോക്കണമെങ്കിൽ കരിക്കുലൊക്കെ കനേഡിയൻ കരിക്കുലം ആയതുകൊണ്ട് പിന്നെ പിന്നെ എപ്പോഴും പുതിയൊരു കൺട്രിയിലേക്ക് പോകുമ്പോ അതിന്റേതായ കുറച്ച് ഇതുണ്ടാവും. കാരണം അവിടെ സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. ആദ്യമായിട്ട് പുറത്തു ഇപ്പൊ എന്താണെങ്കിലും ഏത് കൺട്രിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അക്കോമഡേഷൻ ആണെങ്കിലും അവിടുത്തെ കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. കൾച്ചറാണ്. അതുപോലെ പാർട്ട് ടൈം ഓപ്ഷൻ ഉണ്ട്. പാർട്ട് ടൈം ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് അവിടെ TRP കാർഡൊക്കെ കിട്ടിയതിനു ശേഷം നമുക്ക് ഇറങ്ങാൻ പറ്റും. എനിവേ എന്താണെങ്കിലും ഇതുവരെയുള്ള നിന്റെ ജേണിയിൽ ജുസോന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? അടിപൊളിയാണ്. പെർഫെക്റ്റ് ആണ്. ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നീ ഹാപ്പിയാണ്? ഓക്കെ, ഇനി അങ്ങോട്ടും നല്ല രീതിയിൽ നമുക്ക് ഇടപെടാം. ഓക്കെ, ഇനി അങ്ങോട്ടും നമ്മളെ ജുസോന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇൻഷാല്ലാ. ഓക്കെ, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് വരാം. ഓക്കെ, താങ്ക് യു. വിഷ് ഓൾ ദി ബെസ്റ്റ്.